അങ്ങനെ 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഈ കുഞ്ഞ് പുറത്തേക്ക് വരേണ്ട സമയമായി. അതിനൊന്നും നമ്മളാരും ബേജാറാകേണ്ട ഒരാവശ്യമില്ല. കാരണം ഇതൊക്കെ നടത്തുന്നത് ആരാ? അർഹമുർറാഹിമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഫല്യൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ ഖുലിഖ മിമ്മാഇൻ ദാഫിഖ് യഖ്റുജു മിൻ ബൈനിസ് സുൽബി വത്തറായിബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചിന്തിക്കാൻ പറയുന്നു. പുരുഷന്റെ ബീജത്തിലൂടെയും സ്ത്രീയുടെ അണ്ഡത്തിലൂടെയും ഈ കുഞ്ഞിനെ ആരാണ് സൃഷ്ടിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അതിന്റെ പിന്നിലൊക്കെ ആരാണ്? സർവശക്തനായ അല്ലാഹുവിന്റെ ഖുദ്റത്തും അവന്റെ സാന്നിധ്യവും ഒരു മനുഷ്യന് ബോധ്യപ്പെടുന്ന സന്ദർഭമാണ് നമ്മുടെ മക്കളുടെ ജന്മം എന്ന് പറയുന്നത്. അതിനേക്കാൾ വലിയ അല്ലാഹനെ കണ്ടെത്താനുള്ള വേറെ ഒരു ദൃഷ്ടാന്തം നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, നഹ്നു ഖലഖ്നാകും ഫലൗലാ തുസദ്ദിഖൂൻ. മനുഷ്യരെ, നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല? അഫറഅയ്തും മാ തുംനൂൻ അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. നിങ്ങൾ വിസർജിച്ച ശുക്ലം നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ? അതിൽ നിന്ന് നിങ്ങളെ പണി കഴിപ്പിക്കുന്നത് നിങ്ങൾ തന്നെയാണോ? അതല്ല നിങ്ങളുടെ സ്രഷ്ടാവ് നാമാണോ? അല്ലാഹു മനുഷ്യൻ അവന്റെ സൃഷ്ടിപ്പിലൂടെ തന്നെ സ്രഷ്ടാവിനെ കണ്ടെത്താൻ വേണ്ടി പറയുന്ന ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഒരു മനുഷ്യന്റെ ജന്മം എന്ന് പറയുന്നത്. നമ്മൾ ബേജാറാകണ്ട, അല്ലാഹ് നിയന്ത്രിക്കുന്ന ഒരു സംഗതിയാണ്. നമുക്കെന്താ വേണ്ടത്? അല്ലാഹുവിലേക്കുള്ള ഒരു തവക്കുലാണ്. ആ തവക്കുലില്ലാതെ ഗർഭിണിയുടെ മനസ്സ് പടഞ്ഞാൽ, വെപ്രാളപ്പെട്ടാൽ അത് എന്തിനെ ബാധിക്കും? സുഖപ്രസവത്തെ ബാധിക്കും. ടെൻഷൻ ഒഴിവാക്കി പ്രസവത്തിന്റെ സമയം വരുമ്പം, വേദന വരുമ്പം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതെന്താ? അല്ലാഹുവിലേക്ക് മനസ്സ് സമർപ്പിച്ച് മനസ്സിന്റെ സന്തുലിതാവസ്ഥ കാത്തു സൂക്ഷിക്കണം. അതിനുവേണ്ടി ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ ആയത്തായ ആയത്തുൽ കുർസി ഓതൽ വർദ്ധിപ്പിക്കണം. വേദന വന്നാൽ ഉമ്മമാര് ചെയ്യേണ്ടത് അതാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു, അവനല്ലാതെ വേറെ ആരാധ്യനില്ല. അവൻ ആരാണ്? അൽ ഹയ്യു, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും, അൽ ഖയ്യൂം, എല്ലാ വിഷയങ്ങളെയും കൈകാര്യം ചെയ്യുന്നവനും ആ അല്ലാഹുവാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ, ലാ തഖുദുഹു സിനത്തും വലാ നൗം. ആ അല്ലാഹുവിന് ഒരു ചെറിയ തൂങ്ങി ഉറക്കം പോലും ബാധിക്കുന്നില്ല എന്ന് പറയുമ്പം തോന്നും അത് നന്നായി കിടന്നുറങ്ങിയത് കൊണ്ടാണ്. കിടന്നുറങ്ങുന്നോല് പിന്നെ തൂങ്ങിയുറങ്ങൂലല്ലോ. പക്ഷേ വലാ നൗം, ഉടനെ അല്ലാഹു പറയുന്നു, തൂങ്ങിയുറക്കം പോയിട്ട് ഉറക്കം എന്ന വിഷയം തന്നെ ഇല്ല. അവസാനം പറയുന്നുണ്ട്, ലാ യഊദുഹു ഹിഫ്ളുഹുമാ, ആകാശഭൂമികളും അതിലുള്ള സർവചരാചരങ്ങളെയും സംരക്ഷിക്കുക, ശ്രദ്ധിക്കുക എന്നത് അല്ലാഹുവിനൊരു പ്രയാസമുള്ള വിഷയമേ അല്ല. അത്ര കരുത്തനായ, ശക്തനായ, എല്ലാം കാണുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന, എല്ലാം കൈകാര്യം ചെയ്യുന്ന അർഹമുർറാഹിമീനായ റബ്ബ് പറയുന്നു, സുമ്മസ്സബീല യസ്സറ. ഈ ചെറിയ ബീജഗണത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച് വളർത്തി വളർച്ച പൂർത്തീകരിച്ച് പുറത്തേക്ക് കടക്കാറാകുമ്പോൾ സുമ്മസ്സബീല യസ്സറ, പുറത്തിറങ്ങാനുള്ള വഴി അല്ലാഹ് എളുപ്പമാക്കി കൊടുക്കും. അതിന് നമ്മൾ എന്ത് ചെയ്താ മതി? ആ അള്ളാന്റെ മേൽ മനസ്സ് തവക്കുലാക്കിയിട്ട് വിട്ടു. അതാണ് ഇപ്പൊ നമുക്ക് പ്രസവത്തിന് പ്രയാസം നേരിടുന്നതിന്റെ ഒന്നാമത്തെ കാരണം. തവക്കുല് അള്ളാന്റെ മേലല്ല, ആശുപത്രിന്റെ മേലെയാണ്. അതിനെങ്ങനെയാണ്? ഈ കോഴിക്കോട്ടും പരിസരത്തുള്ള
പെണ്ണുങ്ങൾക്കൊന്നും ഈ പരിസരത്തെ ഏതെങ്കിലും ആശുപത്രിയിൽ നിന്ന് പെറ്റാൽ ആ പ്രസവത്തിന് ഒരു ചോയും കുളിയും കിട്ടില്ല. കാരണം അതൊക്കെ അറവാണ് എല്ലാ ആശുപത്രിയും. പിന്നെ ഇവിടെ ഉള്ള ഒരു പെരിന്തൽമണ്ണക്കാട് കയറുക, അവിടെ നല്ല ആശുപത്രി, അങ്ങനെ ട്രെൻഡാണ്. എന്നാ അവിടെ പോയി അന്വേഷിച്ച് നോക്കിയാലോ, പെരിന്തൽമണ്ണക്കാരൊക്കെ മനുഷ്യനെ കഴുത്തറക്കണ ആശുപത്രി അവിടെ ഉള്ളത്. ഞങ്ങളൊക്കെ തൃശ്ശൂർക്കാട് പോലാണ്. തൃശ്ശൂർ പോയി നോക്കിയാലോ ഓല് പറയും ഇവിടെ ഒരൊറ്റ കുട്ടി കയറലൊക്കെ എറണാകുളത്തേക്ക് വിടലാണ്. ഇതാ മനുഷ്യന്റെ സ്വഭാവം. പ്രസവം എന്ന് പറയുന്നത് ജൈവപരമായ ആദം നബിന്റെ കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു പരിപാടി. ഇതൊരു വലിയ സംരംഭമായി മനസ്സിൽ കരുതി ബേജാറാകേണ്ട സംഗതിയില്ല. നാട്ടിലുള്ള ഡോക്ടർമാരൊന്നും പോരാന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറേണ്ട ആവശ്യമില്ല. എല്ലാവരും നടത്തുന്ന, എല്ലാ ജീവജാലങ്ങളും നടത്തുന്ന, ആന പെറുന്നുണ്ട്, പൂച്ച പെറുന്നുണ്ട്, എല്ലാവരും പെറുന്നുണ്ട്. ഓലാരും ഇങ്ങനെ ബേജാറാണ്, നമ്മൾ മാത്രം ബേജാറാണ്. അതാ നമുക്കുള്ള ഏക തകരാറും. പ്രസവത്തിന് എന്തെങ്കിലും പ്രയാസമുണ്ടോ, അതിന്റെ പ്രധാന കാരണം ഈ വെപ്രാളം. പടച്ചവനാണ് ഇതൊക്കെ നിയന്ത്രിക്കണമെന്ന തവക്കുലി ഇല്ലായ്മ. എന്നിട്ട് പൊങ്ങച്ചത്തിന്റെ പേരിൽ വലിയ വലിയ പേരുള്ള ആശുപത്രികളിൽ പോയി പ്രസവിച്ച് തിരിച്ചു വരണം. ഒരു 12 നിലന്റെ മേൽന്നൊക്കെ കേറി പറയണം പെണ്ണുങ്ങൾ. എന്നിട്ടോൾ ഇങ്ങനെ തായോട്ട് വെക്കപ്പോ എങ്ങനെ ചെയ്യാൻ പറ്റില്ലേ? അപ്പോഴാണ് ആ പ്രസവം എന്താകുക, ഒരു ഉശിരുള്ള പ്രസവം. ഒരു പെണ്ണ് ചോദിക്കുകയാണത്രേ, നീ പെറ്റിട്ട് എത്ര റുപ്യയാളെ? അപ്പോൾ പറഞ്ഞ് 68,000 റുപ്യ. അപ്പൊ മറ്റളിച്ച ചീപ്പ് പേറ്, ഞാൻ 1,32,000 പെറ്റത്, പേറുമ്പോ അങ്ങനെ പറയണ്ടായിരുന്നു. ഇങ്ങനെ വലിയ സംഖ്യക്ക് പ്രസവിക്കുക, വലിയ ആശുപത്രിയിൽ നിന്ന് പ്രസവിക്കുക, അവിടൊക്കെ പോയാല് പ്രസവം ശരിയാവൂ എന്ന് ചിന്തിക്കുക. ഇതിനൊക്കെ പകരം പഴയ കാലത്ത് ഇതിന് നേതൃത്വം കൊടുക്കാൻ പ്രാപ്തരായ സ്ത്രീകൾ നാട്ടുംപുറത്ത് ധാരാളം ഉണ്ടായിരുന്നു. അന്ന് വീട്ടിൽ നിന്ന് തന്നെ പ്രസവിക്കാൻ സൗകര്യമുണ്ട്. ഇന്നിപ്പോ അങ്ങനത്തെ പെണ്ണുങ്ങളൊക്കെ വെള്ളക്കുപ്പായിട്ട് പ്രൊഫഷണൽ കോഴ്സാന്നും പറഞ്ഞ് അവരൊക്കെ ഇപ്പൊ ആശുപത്രിയിലാണുള്ളത്. അതുകൊണ്ട് നമ്മൾ അവരുള്ളിടത്തേക്ക് അങ്ങോട്ട് പോകേണ്ടി വരുന്നു. ആശുപത്രി പോണതിന് തെറ്റൊന്നുമില്ല. പക്ഷെ അതിന് ഒരു പൊങ്ങച്ചത്തിന്റെ ഏർപ്പാടായി, അഹങ്കാരത്തിന്റെ പരിപാടിയായി ഇതിനെ മാറ്റാതെ അലല്ലാഹ് മനസ്സ് സമർപ്പിച്ച് ശാന്തമായ മനസ്സോടെ പ്രസവത്തിനൊരുങ്ങുക. അള്ളാഹു സർവ ഗർഭിണികൾക്കും സുഖപ്രസവം നൽകുമാറാകട്ടെ. സുഖപ്രസവം എന്നുള്ള പെണ്ണുങ്ങൾ കേട്ടാ ദേഷ്യം പിടിക്കും. നിങ്ങൾ സുഖപ്രസവ, ഏത് പ്രസവത്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവേ. അതുകൊണ്ട് അതൊരു പ്രയോഗം മാത്രമാണ്. ഒരു പ്രസവവും വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതൊരു സന്തോഷമാണ്. ആ പ്രയാസം ഒരു സന്തോഷമാണ്. ആ വേദനയ്ക്ക് ശേഷം വരുന്ന കുട്ടിയെ കാണുന്നതോടെ നേരത്തെ സംഭവിച്ച എല്ലാ വേദനയും ഒരു നിമിഷം കൊണ്ടൊരു പെണ്ണ് മറക്കുന്നു എന്നതാണ് ഈ സുഖപ്രസവത്തിന്റെ